ആശാസമരത്തിൽ തൊഴിലാളികളെ അധിക്ഷേപിച്ച് തെറ്റായിപ്പോയെന്ന് CPI. വ്യക്തിപൂജ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് വലിയ പിഴവാണ്. പ്രതിപക്ഷ ഉപനേതാവ് പദവി വേണമെന്നുള്ള ആവശ്യത്തിൽ നിന്ന് CPI വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. തെരഞ്ഞെടുപ്പ് തോൽവി ജനങ്ങളുടെ മുന്നറിയിപ്പാണെന്നും പിഴവുകൾ തിരുത്തി മുന്നോട്ട് വരണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിഷ്ണു പ്രസാദ് വിവരങ്ങളുമായിട്ടുണ്ട്. വിഷ്ണു, ഈ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് തോറ്റു എന്ന് ചോദിക്കുന്നിടത്ത് ആദ്യം തന്നെ എടുത്തു പറയാനാകുന്ന വിരലെണ്ണി ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ പറയാനാവുന്നതാണ് ഇത്രമാത്രം സ്ത്രീകൾ ഇവിടെ രാവും പകലും വെയിലും മഞ്ഞും മഴയും കൊണ്ടിരുന്ന് അവര് സമരം ചെയ്തപ്പോൾ ആ സമരത്തെ നിഷ്കരുണം സമീപിച്ചു. നിർദാക്ഷിണ്യമാണ് ആ സമരത്തോടുള്ള സമീപനമൊക്കെയും ഉണ്ടായിരുന്നത്. അതിൽ തെറ്റുപറ്റിയെന്ന് CPI വിലയിരുത്തുകയാണോ? എന്തൊക്കെ പ്രശ്നങ്ങളാണ് CPI നേതൃയോഗത്തിൽ ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത്, പിഴവുകളായി വീഴ്ചകളായി ചൂണ്ടിക്കാണിക്കുന്നത്? അക്ഷയ, ആശാസമരം സംബന്ധിച്ച് CPIക്ക് CPM-ഉമായി ആദ്യം തന്നെ നേരിയ തോതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. എന്നിരുന്നാൽ തന്നെയും സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്നത് കൊണ്ട് തന്നെ അതിനെ കടുത്ത നടപടികളിലൂടെ വിമർശിക്കാനോ അല്ലെങ്കിൽ അതിനെതിരെ പ്രതിഷേധിക്കാനോ CPI ആ ഘട്ടത്തിൽ തയ്യാറായിരുന്നില്ല. ഇപ്പോൾ ചരിത്രത്തിലെ ഏറ്റവും വലിയ തോൽവി ഇടതുപക്ഷം ഏറ്റുവാങ്ങിയതിന് പിന്നാലെ ഇക്കാര്യത്തിൽ CPI തങ്ങളുടെ നിലപാട് വ്യക്തമാക്കുകയാണ്. ലോക ചരിത്രത്തിൽ നിന്നും പാർട്ടി പഠിച്ച വലിയ പാഠമാണ് എന്നാണ് ഈ തോൽവിയെ വിലയിരുത്തുന്നത്. വ്യക്തിപൂജ തിരിച്ചടി ആയിട്ടുണ്ടോ എങ്കിൽ അത് അന്വേഷിക്കും, അത് ഉണ്ടെങ്കിൽ തിരുത്തും. ആശാ സമരത്തിൽ തൊഴിലാളികളെ അധിക്ഷേപിച്ചത് വലിയ തെറ്റാണെന്നും ബിനോയ് വിശ്വം ഇപ്പോൾ തുറന്നു സമ്മതിക്കുകയാണ്. തൊഴിലാളി സമരങ്ങളെ അധിക്ഷേപിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യമല്ല എന്നും കൂടി ബിനോയ് വിശ്വം പറഞ്ഞു വെക്കുകയാണ്. നമുക്കറിയാം, ഇടതുപക്ഷം നയിക്കാൻ പോകുന്ന പ്രതിപക്ഷ നിരയെ പിണറായി വിജയന്റെ നേതൃത്വത്തിലായിരിക്കുമെന്ന നിലപാടിലേക്കാണ് CPM നീങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ ഉപനേതാവ് പദവിയാണ് ഇപ്പോൾ CPI അതിനുവേണ്ടിയാണ് കടുംപിടുത്തം തുടർന്നുകൊണ്ടിരിക്കുന്നത്. CPM സാങ്കേതിക കാരണങ്ങളാണ് ഇത് തരാതിരിക്കാൻ പറയുന്നത് എന്നും ബിനോയ് വിശ്വം പറയുന്നുണ്ട്. മാത്രവുമല്ല, ഇപ്പോഴുള്ള തോൽവി എന്ന് പറയുന്നത് ജനങ്ങളുടെ മുന്നറിയിപ്പായാണ് ബിനോയ് വിശ്വം വിലയിരുത്തുന്നത്. പിഴവുകൾ തിരുത്തി മുന്നോട്ട് വന്നേ മതിയാകൂ എന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഫേസ്ബുക്കിൽ ചിലർ താൻ മാറണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, കമ്മ്യൂണിസ്റ്റ് രീതി അതല്ല എന്നുമാണ് CPIയിലെ നേതൃമാറ്റ ചർച്ചകളെ കുറിച്ച് ബിനോയ് വിശ്വം പ്രതികരിച്ചത്. നേതൃമാറ്റ ആവശ്യം ഉയർന്നിട്ടില്ല എന്നാണ് ബിനോയ് വിശ്വം ഇപ്പോൾ പറയുന്നത്. എന്തായാലും പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കാനുള്ള ഫൈനൽ കോൾ CPM-ന് വിട്ടു നൽകിയിരിക്കുകയാണ് CPI.